ഓഗസ്റ്റ് 20 രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങളും ഈ കോലാഹലങ്ങളും വേട്ടയാടലുകളും തുടങ്ങിയ അന്നു മുതൽ ഇന്ന് ഈ നിമിഷി സംസാരിക്കുന്ന ഈ വീഡിയോ അടക്കം ഉൾപ്പെടുത്തി എണ്ണുകയാണെങ്കിൽ നിരവധി വീഡിയോകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അതിലൊക്കെ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ടാണ് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോകൾ ചെയ്യുന്നതിനൊക്കെ പെയ്ഡ് ക്യാമ്പയിനുകളും പെയ്ഡ് വാറുകളുമാണ് എന്നാണ് ഇപ്പോ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോ പറഞ്ഞ് ഉണ്ടാക്കുന്നത്. അതായത് രാഹുലിന് വേണ്ടി സംസാരിക്കുന്നവരൊക്കെ, രാഹുലിനെ അനുകൂലിക്കുന്നവരൊക്കെ അവർക്ക് നക്കാപ്പിച്ച ലഭിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചെയ്ത വീഡിയോകളുടെ എണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, രാഹുലിന് വേണ്ടി സംസാരിച്ച വീഡിയോകളുടെ എണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്കും കിട്ടണം ഒരു ലക്ഷങ്ങൾക്ക് അപ്പുറമുള്ള പൈസ. ലക്ഷങ്ങൾ എനിക്കും കിട്ടാനുണ്ട്. എനിക്ക് ഈ ലക്ഷങ്ങൾ വാങ്ങിത്തരാൻ നിങ്ങൾ മാധ്യമങ്ങൾ ഒന്ന് മുന്നിട്ടിറങ്ങണം. ആരാണ് ഈ ലക്ഷങ്ങൾ കൊടുക്കുന്ന വ്യക്തി? രാഹുലിന് വേണ്ടി സംസാരിച്ചാൽ ലക്ഷങ്ങൾ നൽകുന്ന വ്യക്തി ആരാണ്? ആരൊക്കെ ചേർന്നാണ് ആ പണം പേയ്മെന്റുകൾ കൈകാര്യം ചെയ്യുന്നത്? ആ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെ നമ്പറോ അവരുടെ പേരോ അവരുടെ അഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് തന്നു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഉപകാരമാകും. കാരണം കാശ് എന്ന് പറഞ്ഞത് എത്രയൊക്കെ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിലും ഇനിയും ഉണ്ടാവണം, ഇനിയും കിട്ടണം, ഇനിയും വേണം എന്നുള്ള ആഗ്രഹത്തിലാണല്ലോ നമ്മൾ മനുഷ്യരെല്ലാവരും ജീവിക്കുന്നത്. അക്കൂട്ടത്തിൽ ഒരാളാണ് ഞാനും. അപ്പൊ രാഹുലിന് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ, രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്തു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു എങ്കിൽ ആ ലക്ഷങ്ങൾ കൊടുക്കുന്ന വ്യക്തിയെ ഒന്ന് പറഞ്ഞു തരുമോ? അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കുന്നത് ആരൊക്കെ ചേർന്നാണെന്ന് പറഞ്ഞു തരുമോ? അല്ലെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ അവിടെ കയറിയിട്ട് എൻ്റെ പ്രൊഫൈലിൽ കയറിയിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ സ്ക്രീൻഷോട്ട് ഈ പണം കൊടുക്കുന്നവരുടെ കയ്യിലൊന്ന് എത്തിച്ചു നൽകാമോ? അവർക്കൊന്ന് അയച്ചു നൽകാമോ? അവർക്ക് അങ്ങനെ അയച്ചു നൽകിയിട്ട് എൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഒന്ന് കൊടുക്കാമോ? അങ്ങനെയാണെങ്കിൽ ആ പണം എനിക്ക് കിട്ടിയാൽ എനിക്കും വളരെ വലിയ ഉപകാരമായിരിക്കും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ഇത്രയും ദിവസം രാഹുലിനെ വേട്ടയാടിയവർ, രാഹുലിനെ വേട്ടയാടാൻ വേണ്ടി മുന്നിൽ നിന്ന് നയിച്ചവർ, രാഹുലിനെതിരെ സാങ്കല്പിക ഇരകളെ ഉണ്ടാക്കാൻ ശ്രമിച്ചവർ, ഞാൻ കണ്ടു, ഞാൻ മാത്രം കണ്ടു എന്ന് പറഞ്ഞവർ, ഇവർക്കെതിരെ ഈ പൊതുമധ്യത്തിൽ മാധ്യമങ്ങൾക്കെതിരെ ഇപ്പോൾ ഒരു വികാരം ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പൊതുസമൂഹത്തിൽ ഈ മുഖ്യധാര മാധ്യമങ്ങൾക്കെതിരെ ഒരു പൊതുവികാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് മാധ്യമങ്ങൾക്കും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം മാധ്യമങ്ങൾക്കെതിരെ സാധാരണക്കാരായ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. മാധ്യമങ്ങളുടെ ഈ വേട്ടയാടലിനെതിരെ, ഇവരുടെ ഈ ഇരട്ടത്താപ്പിനെതിരെ ഒക്കെ ജനങ്ങൾ നന്നായിട്ട് തിരിച്ചറിയുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു തുടങ്ങിയപ്പോൾ ഇവരൊന്ന് കളം മാറ്റി ചവിട്ടുകയാണ്. അതായത് രാഹുലിന് വേണ്ടി സംസാരിക്കുന്നവരെ അത് പെയ്ഡ് ക്യാമ്പയിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ആ നക്കാപ്പിച്ച നക്കുന്നവരാണ് എന്നാണ് പറയുന്നത്. ഇപ്പോ ഇന്നലെ റിപ്പോർട്ടർ ടിവിയിൽ വന്ന ഒരു വാർത്തയാണ്. അത് യുവനടിയുടേത് എന്ന് പറയുന്ന, ഇന്നലെ മൊഴി നൽകി എന്ന് പറയുന്നു. ആ യുവനടി തന്നെ മൊഴി നൽകിയതിനു ശേഷം ക്രൈംബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥരോട് പറയുന്നു, എനിക്കിതിൽ പരാതിയില്ല, ഈ ഒരു കാര്യവുമായിട്ട് നിയമപരമായ നീക്കങ്ങൾക്കോ നിയമ നടപടികൾക്കോ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകിപ്പോയ ആ യുവനടി ഇന്നലെ പറയുന്നതായിട്ട് റിപ്പോർട്ടർ ടിവി റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം, പതപ്പിക്കലുകാർക്കും വെളുപ്പിക്കൽക്കാർക്കും നക്കാപ്പിച്ച നക്ക, പോരാട്ടം തുടരും യുവനടി. ഈ യുവനടി എങ്ങനെയാണ് പോരാട്ടം തുടരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് യാതൊരു തെളിവുകളും ഇല്ലാത്ത ഈ യുവനടി, എൻ്റെ കയ്യിൽ തെളിവുകളില്ല എന്ന് സമ്മതിച്ച യുവനടി, ആ രാഹുൽ അയച്ച മെസ്സേജുകളും ചാറ്റുകളും ഒക്കെ അത് ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആവുന്ന സിസ്റ്റത്തിലാണ് രാഹുൽ അയച്ചത് എന്ന് അവകാശപ്പെട്ട നടി, ഈ നടി എൻ്റെ കയ്യിൽ തെളിവുകളില്ല എന്ന് ഓഗസ്റ്റ് 20 അന്ന് രാത്രി മനോരമ ന്യൂസിലിരുന്ന് അവിടുത്തെ അവതാരകനായ മുഹമ്മദ് റാഷിദ് ചോദിച്ച ചോദ്യത്തിന് എൻ്റെ കയ്യിൽ തെളിവുകളില്ല, അതൊക്കെ ഓട്ടോമാറ്റിക് ഡിലീറ്റഡ് ആയി പോകുന്ന രീതിയിലാണ്, സെറ്റിംഗ്സിലാണ്, സിസ്റ്റത്തിലാണ് രാഹുൽ അയച്ചത്, അതൊക്കെ ഡിലീറ്റ് ആയി പോയി എന്ന് പറഞ്ഞ യുവതി ഇന്ന്
മൊഴി നൽകി എന്ന് പറയപ്പെടുന്നു. അവർ അവരുടെ കയ്യിലുള്ള തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നടി ക്രൈംബ്രാഞ്ചിനെ ബോധിപ്പിച്ചു എന്നാണ് പറയുന്നത്. എനിക്കിതിൽ പരാതിയില്ല, നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറല്ല എന്ന് ക്രൈംബ്രാഞ്ചിനെ ബോധിപ്പിച്ചു എന്നും പറയുന്നു. അങ്ങനത്തെ ഒരു നടി ഏത് രീതിയിലാണ് ഇനി പോരാട്ടം തുടരുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് പോരാട്ടം തുടരുക? ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ വന്നിരുന്നു കൊണ്ട് ഒരു തെളിവുമില്ലാതെ കഴമ്പില്ലാത്ത ആരോപണങ്ങൾ, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണോ പോരാട്ടം തുടരുന്നത്? പോരാട്ടമാണെങ്കിൽ, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെങ്കിൽ ഈ നടി ചെയ്യേണ്ടതെന്താ? നിയമപരമായി ഈ ഒരു അക്രമത്തെ നേരിടണം. അതിന് നിയമപരമായി മുന്നോട്ട് പോകണം, അന്വേഷണവുമായി സഹകരിക്കണം, പരാതി എഴുതി നൽകണം, എന്നിട്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകണം. അതല്ല വേണ്ടത്. കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തയാൾ എങ്ങനെയാണ് പോരാട്ടം നയിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ടും മാധ്യമങ്ങൾ ഇതൊക്കെ പടച്ചു വിടുകയാണ്. തിരിച്ചൊരു ചോദ്യം ഈ സാങ്കല്പിക ഇരകളോട് ചോദിക്കാനുള്ള ഒരു മനസ്സ്, അതിനുള്ള ഒരു ആർജവം ഈ മാധ്യമങ്ങൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഇപ്പോൾ അവർ പടച്ചു വിടുന്നതോ രാഹുലിന് വേണ്ടി സംസാരിക്കുന്നവരൊക്കെ നക്കാപ്പിച്ച വാങ്ങിയിട്ടാണെന്നാ പറയുന്നത്. എന്നാൽ ആ നക്കാപ്പിച്ച കൊടുക്കുന്നവരെ ഒന്ന് പറഞ്ഞതാണോ? കാരണം ഞാനും ചെയ്തിട്ടുണ്ട് ഒരുപാടധികം വീഡിയോകൾ. എണ്ണി നോക്കൂ എൻ്റെ പ്രൊഫൈലിൽ കയറിയിട്ട്. ആ വീഡിയോകളിൽ ഞാൻ സംസാരിച്ചത് അത്രയും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ടാണ്, സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കും കിട്ടണം ലക്ഷങ്ങൾ. ആ ലക്ഷങ്ങൾ ഒന്ന് വാങ്ങിത്തരാൻ നിങ്ങൾ ആരെങ്കിലും സഹായിക്കാമോ? അപ്പോ ഇതാണ് മാധ്യമങ്ങളുടെ ഒരു അവസ്ഥ. കാരണം രാഹുലിനെ വേട്ടയാടിയത് അത് ഇവരുടെ മാധ്യമ പ്രവർത്തനത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്, പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവരുടെ കള്ളങ്ങൾ, ഇവരുടെ വാദങ്ങൾ അത് ഓരോന്നായി സാധാരണക്കാരായ ജനങ്ങൾ ഇങ്ങനെ ഖണ്ഡിച്ച് പൊളിച്ചെടുക്കുമ്പോൾ അതിനൊക്കെ തടയിടാൻ വേണ്ടി ഇത്തരത്തിൽ രാഹുലിന് വേണ്ടി സംസാരിക്കുന്നവരെ പെയ്ഡ് അല്ലെങ്കിൽ നക്കാപ്പിച്ച് നക്കുന്നവരാക്കി മാറ്റുന്ന ഈ തെമ്മാടിത്തരം, ഈ ചെറ്റത്തരം കാണിക്കാൻ ഈ മാപ്രകൾക്ക് ഒരു നാണവുമില്ല. നെറികെട്ട മാധ്യമ പ്രവർത്തനം. ഇതിനെ മാധ്യമ പ്രവർത്തനം എന്ന് ഒരിക്കലും ഞാൻ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് കൂട്ടിക്കൊടുപ്പുകാരാണ്. ഇതുപോലെ തന്നെ ഇത് റിപ്പോർട്ടർ ടിവിയുടെ മാത്രം കാര്യമല്ല കേട്ടോ. പല ചാനലുകളും ഈ തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് വ്യൂവർഷിപ്പിന് വേണ്ടി ഏത് പെയ്ഡ് ന്യൂസുകളും, എന്ത് ന്യൂസുകൾ നൽകിയാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ഈ ആരോപണവുമായി ബന്ധമില്ലാത്ത ന്യൂസുകൾ പോലും പടച്ചുവിടുന്നത്, തംബ്നെയിൽ വെക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഹെഡിങ്ങുകൾ, ക്യാപ്ഷനുകൾ നൽകുന്നത് ഒക്കെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ രാഹുലിന്റെ ഒരു ഫോട്ടോ, ഇതൊക്കെ തംബ്നെയിലാക്കിക്കൊണ്ട് വ്യൂവർഷിപ്പിന് വേണ്ടി മാത്രം രാഹുലിനെ മുന്നിൽ വെച്ചുകൊണ്ട് പണം സമ്പാദിക്കുന്ന കൂട്ടിക്കൊടുപ്പുകാരാണിവർ. ആ വാർത്തകളിൽ പലതിലും രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ രാഹുലിനെ കുറിച്ചോ ഉള്ള ഒരു വാക്ക് പോലും ഇല്ലാതെ അത്തരം വീഡിയോകളിൽ ഇത്തരത്തിൽ രാഹുൽ മാങ്കോട്ടത്തിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട്, അയാളുടെ ചിത്രം വെച്ചുകൊണ്ട് തംബ്നെയിലുകൾ ഉണ്ടാക്കി പ്രേക്ഷകരെ വഞ്ചിക്കുന്ന മാധ്യമങ്ങൾ. ഇനി മറ്റൊരു ചാനലിന്റെ കാര്യം പറയാം. ആ ചാനലിലെ ഒരു മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന ആ ചാനലിന്റെ മുഖമായിട്ടുള്ള ഒരു അവതാരിക, ഒരു മാധ്യമ പ്രവർത്തക, അവരാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ അവരുടെ പ്രൊഫൈലിൽ, അവരുടെ വാളിൽ ആദ്യം കുറിച്ചു, ഞാൻ കണ്ടു, ഞാൻ മാത്രം കണ്ടു എന്ന്. അത് കഴിഞ്ഞിട്ട് അവർ ആ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവെച്ച അതേ വാക്കുകൾ, അതേ സെന്റൻസുകൾ ഒരു വീഡിയോ ആക്കി ചിത്രീകരിച്ച് ആ വീഡിയോ ഇവർ പ്രവർത്തിക്കുന്ന ന്യൂസ് മലയാളം 24/7 എന്ന് പറയുന്ന ചാനലിലൂടെ അവർ പൊതുമധ്യത്തിലേക്ക് പടച്ചുവിടുകയും ചെയ്തു. ആ ഒരു ന്യൂസ് മലയാളത്തിന്റെ ഇന്നലെയുള്ള ഒരു വാർത്തയാണ് ഈ കാണുന്നത്. നിങ്ങൾ രാഹുലിനായി പെയ്ഡ് യുദ്ധമോ, അതായത് രാഹുലിന് വേണ്ടി സംസാരിക്കുന്നവരൊക്കെ പേയ്മെന്റ് ലഭിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് പറയുന്നത് സനീഷും ഹർഷനുമാണ്. കൊള്ളാം, കണ്ടുപിടുത്തങ്ങൾ കൊള്ളാം. നിങ്ങൾക്കെതിരെ വിമർശനങ്ങൾ വരുമ്പോൾ, നിങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ, നിങ്ങളെ പ്രതിക്കൂട്ടിലാക്കുമ്പോൾ, അതല്ലെങ്കിൽ നിങ്ങൾ പ്രതിക്കൂട്ടിലാകുമ്പോൾ, കാരണം നിങ്ങൾ പടച്ചു വിട്ടതൊന്നും ഇന്നേ വരെ അന്വേഷണ ഉദ്യോഗസ്ഥർ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. എന്തുകൊണ്ട് മാധ്യമങ്ങൾ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പുകൾ, ഇത്തരത്തിൽ മാധ്യമങ്ങൾ പുറത്തുവിട്ട
ഈ ഓഡിയോ ക്ലിപ്പുകളോ സ്ക്രീൻഷോട്ടുകളോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ക്രൈംബ്രാഞ്ചിൽ തെളിവുകൾ ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുലിനെതിരെയുള്ള തെളിവുകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോ ആ തെളിവുകൾ എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് അവലംബിക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല? അപ്പോ ഇത്തരത്തിൽ കള്ളങ്ങൾ പടച്ചുവിടുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും കോൺഗ്രസിനെതിരെയും നിരന്തരമായി ക്യാമ്പയിനിങ് നടത്തുന്നവരിലെ മുന്നിൽ നിന്ന് നയിക്കുന്നത് ഈ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളാണ്. ഈ മാധ്യമങ്ങൾ ഇന്നിപ്പോ പറയുന്നത് രാഹുലിന് വേണ്ടി സംസാരിക്കുന്നവരൊക്കെ നക്കാപ്പിച്ച കൈപ്പറ്റിയിട്ട് സംസാരിക്കുന്നവരാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഓഗസ്റ്റ് 20 മുതൽ ഇന്ന് ഈ നിമിഷം വരെയുള്ള എന്റെ പ്രൊഫൈൽ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒരുപാടധികം, രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാടധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത വീഡിയോകൾക്കെല്ലാം പേയ്മെന്റ് ഒന്ന് വാങ്ങി തരുമോ മാപ്രകളെ? ഈ നെറികെട്ട പരിപാടി നിങ്ങൾക്ക് നിർത്താറായില്ലേ? നിങ്ങൾ കണ്ടു, നിങ്ങൾ മാത്രം കണ്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാക്ഷിയാണല്ലോ ഈ കാര്യത്തിൽ. എന്തുകൊണ്ട് നിങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരായിക്കൊണ്ട് ഒരു മൊഴി നൽകാൻ നിങ്ങൾ ആരും തയ്യാറാവാത്തത് എന്താണ്? ഇതേ കാലയളവിൽ തന്നെയാണല്ലോ റിപ്പോർട്ടർ ടിവിയുടെ മാധ്യമ പ്രവർത്തകയായിരുന്ന അഞ്ജന അനിൽകുമാർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തനിക്ക് അവിടെ ന്യൂസ് റൂമിൽ വെച്ച് നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവത്തെ കുറിച്ച് അവർ പച്ചയായിട്ട് പരസ്യമായിട്ട് ഈ പൊതുമധ്യത്തിൽ സംസാരിച്ചത്. അതിനെതിരെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു സ്റ്റോറി, ഒരു ലൈൻ വാർത്ത, ആരെങ്കിലും എവിടെയെങ്കിലും ഒരു 10 മിനിറ്റ് ചർച്ച ഏതെങ്കിലും മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടോ? അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ളതിനെയൊക്കെ മറച്ചു വെക്കുകയും ബാക്കിയുള്ളവനൊക്കെ എതിരെ ഇത്തരത്തിൽ തെളിവുകൾ ഉണ്ടാക്കുവാനും സാങ്കല്പിക ഇരകളെ ഉണ്ടാക്കുവാനും നിങ്ങൾ കാണിക്കുന്ന ഈ വ്യഗ്രത, അത് പൊളിഞ്ഞു വീഴുമ്പോൾ, അത് തകർന്ന് തരിപ്പണമാകുമ്പോൾ രാഹുലിന് വേണ്ടി സംസാരിക്കുന്നവരെ, രാഹുലിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരെ, രാഹുലിനെ അനുകൂലിക്കുന്നവരെ ഒക്കെ നക്കാപ്പിച്ച കൈപ്പറ്റുന്നവരാക്കി ചിത്രീകരിക്കുന്ന ഈ തെമ്മാടിത്തരം നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ പറയുന്നത് നമ്മൾ സമ്മതിക്കാം, ഞാൻ സമ്മതിക്കാം, പെയ്ഡ് ആണെന്ന് ഞാൻ സമ്മതിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇത്രയും ദിവസം ചെയ്ത രാഹുലിന് വേണ്ടി സംസാരിച്ച വീഡിയോകളെ മുൻനിർത്തി അതിനൊരു വാല്യൂ ഇട്ട് ആ ഒരു 10 രൂപയാണെങ്കിൽ 10 രൂപ എൻ്റെ പോക്കറ്റിലേക്കൊന്ന് തന്നു കഴിഞ്ഞാൽ ഞാനും സമ്മതിക്കാം നിങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന്. എനിക്കതിൽ യാതൊരു മടിയുമില്ല. 10 രൂപ എനിക്ക് കിട്ടിയാൽ ഞാൻ വാങ്ങും, ഞാൻ പോക്കറ്റിലിടും. നിങ്ങൾക്ക് ഈ പെയ്ഡ് ന്യൂസുകൾ പടച്ചുവിടാൻ നിങ്ങൾക്ക് യാതൊരുവിധ മാന്യതയും മര്യാദയും ഇല്ലെങ്കിൽ, അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ നെറികെട്ട മാധ്യമ പ്രവർത്തനം, ഈ കൂട്ടിക്കൊടുപ്പ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കെന്തുകൊണ്ട് ആയിക്കൂടാ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരോടാണ്, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. നിങ്ങൾ ഈ ആളുകളെ, നിങ്ങൾ പെയ്ഡ് ന്യൂസ് ആണ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ പെയ്ഡ് വാറാണെന്ന് പറയുന്നു, ഈ നക്കാപ്പിച്ച കൈപ്പറ്റിയിട്ടാണ് രാഹുലിന് വേണ്ടി സംസാരിക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ പേയ്മെന്റ് നൽകുന്നവരെ നിങ്ങൾക്കറിയാമല്ലോ. ആ അറിയുന്നവരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ചെയ്ത എൻ്റെ വീഡിയോകൾ കൂടി ഒന്ന് എത്തിച്ചു നൽകുക. എന്നിട്ട് എനിക്ക് അവകാശപ്പെട്ട എൻ്റെ ആ ഒരു പണം, എനിക്ക് കിട്ടാൻ ലഭിക്കേണ്ട ആ ഒരു പൈസ, ആ ഒരു ആ ലക്ഷങ്ങൾ ഒന്ന് വാങ്ങിത്തരാൻ നിങ്ങൾ ഇതിൻ്റെ ഒരു ഇന്റർമീഡിയറായി പ്രവർത്തിച്ചുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണമെന്ന് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.